നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ. ഞാനിത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചില ആൾക്കാരുടെ രോധനമാണ്. അതായത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കാടെ ബ്രഹ്മയുഗം എന്ന സിനിമ ഓസ്കാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തൊട്ട് വല്ലാത്തൊരു ഊത്തലും ചൊറിച്ചിലും കടിച്ചിലൊക്കെ ആയിട്ട് ചില ഫാൻസുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ ഒരു സഹോദരൻ കൊടുക്കുന്നുണ്ട്. 1997 മണിരത്നം ഡയറക്റ്റ് ചെയ്ത് ഒരു സിനിമ പുറത്തു വന്നായിരുന്നു. അതായത് നമ്മുടെ MGRൻ്റെ ജീവിത കഥയാണ് ആ ഒരു സിനിമയുടെ ഒരു ഇതിവൃത്തം. ഇതിനകത്ത് നായകനായിട്ട് എത്തുന്നത്, അതായത് നമ്മുടെ MGR ആയിട്ട് എത്തിയത് നമ്മുടെ ലാലേട്ടനാണ്. ആദ്യമായി ലാലേട്ടൻ തമിഴിൽ നായകനാകുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇരുവർ എന്ന് പറയുന്ന സിനിമ. 1997, 10-25 വർഷത്തോളമായി ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട്. ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത് പ്രകാശ് രാജും ഐശ്വര്യ റായിയുമാണ്. സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. അങ്ങനെ വലിയ ഒരു ക്രൂ ആയിരുന്നു ഈ ഒരു സിനിമ എടുത്ത്. വലിയ പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇരുവർ എന്ന് പറയുന്ന സിനിമ. എന്നാൽ ആ സിനിമ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് 8 നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങിപ്പോട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതോടുകൂടി ലാലേട്ടൻ പിന്നെ തമിഴ് സിനിമയിൽ പിന്നെ അധികം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് ചില ആളുകൾ ഇപ്പോൾ പുതിയ ഒരു വാദവുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഇരുവർ എന്ന് പറയുന്ന സിനിമയും ഓസ്കാറിന് പരിഗണിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ചില ആളുകളുടെ കമന്റ് കണ്ടിട്ട് സത്യത്തിൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക. എന്തായാലും നമുക്ക് ഈ സഹോദരൻ കൊടുക്കുന്ന ആ ഒരു മറുപടിയില്ലേ, അത് വേണമെങ്കിൽ ഒന്ന് കേട്ടു പോയിക്കോളൂ. ഇപ്പോ ബ്രഹ്മയുഗം ഓസ്കാറിലേക്ക് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് ഇവന്മാര് ഉള്ളിലത്തെ ഫാൻസുകൾ കുറച്ച് പേര് കുത്തിയിറക്കിയ ഒരു ഐറ്റമാണ് ഏത് ഇരുവർ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്യുന്ന ഇവന്മാരൊക്കെ എവിടെയായിരുന്നു? ഞരമ്പലുണ്ടായിരുന്നു ചിലവന്മാര് തുമ്പീനെ പിടിച്ച് കളിക്കായിരുന്നു. അപ്പൊ ഈ കുണാച്ചന്മാരോട് ഒന്ന് പറയുള്ളൂ, അന്ന് ഈ പടം റിലീസിലിട്ട് ആദ്യ ഷോ തിയേറ്ററിൽ കണ്ടവനാണ് ഞാൻ. തലശ്ശേരി ലോട്ടസ് ആയിരുന്നു അന്ന് പ്രണവവാത്സിന്റെ ഒരുമാതിരിപ്പെട്ട പടമൊക്കെ റിലീസ്. ഈ പടം നിർമ്മിച്ച പ്രണവമല്ല, പക്ഷേ കേരളത്തിൽ റിലീസ് പ്രണവവാത്സ്, മോഹൻലാലിന്റെ പ്രണവവാത്സായിരുന്നു. ലോട്ടസ് കുറച്ച് ഉള്ളോട്ടുള്ള ഒരു തിയേറ്ററാണ്. ഗാന്ധർവം, നിർണയം, കലാപാനി, ഒരുമാതിരിപ്പെട്ട പടമൊക്കെ അവിടെ തന്നെയാണ് വന്നത്. പക്ഷേ ഈ പടം റിലീസ് ചെയ്തിട്ട് ആദ്യ ഷോ കാണാൻ വേണ്ടി കോളേജിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ ചെലുത്ത് 10 ആളില്ല. റിലീസ് ചെയ്തിട്ട് ആദ്യ ഷോ മോഹൻലാലിന്റെ നായകനായിട്ടുള്ള തമിഴ് പടം. ഭയങ്കര കഷ്ടം തന്നെ. പിന്നെ ഒരുമാതിരി തിയേറ്ററിനുള്ളിൽ കയറി പടം കണ്ട് തീർക്കും. ആ സമയത്ത് നമുക്കൊന്നും ദഹിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഈ ഐറ്റം. ഒരുമാതിരി അവാർഡ് ഇതുപോലെ എന്തൊക്കെയോ. എന്തിന് തമിഴ്നാട്ടിലെ ദൈവമായ MGRന്റെ ജീവിതകഥ പറഞ്ഞ് തമിഴ്നാട്ടുകാർ ഒരു ഓടിച്ചു വിട്ടു. അവിടെ പോലും ഹിറ്റായില്ലേ പടം. അവിടെ പോലും പടക്കം പൊട്ടുന്നുള്ള പൊട്ടി. ആകെ ഒരു അവാർഡ് കിട്ടി. അത് കിട്ടിയതോ മറ്റേ ഓപ്പോസിറ്റ് സൈഡ്, മറ്റേ പേര് എന്താ ചെയ്യാം. ആ പടം ഇപ്പം കുത്തിപ്പൊക്കിക്കുന്നത് ഓസ്കാർ. അവളൊക്കെയാണ് മൂഡ്. എന്താ ചെയ്യാ. ഇവന്മാർക്കൊന്നും ഇത്രയൊക്കെ വിവരമില്ല. ഇവന്മാരൊക്കെ എവിടുന്ന് കിട്ടുന്ന ഈ വിവരമൊക്കെ? എവിടുന്നാണ് ഈ ന്യൂസൊക്കെ എടുത്തുകൊണ്ടിട്ട് കുണാപ്പിക്കുന്നത്? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഗുരു ഓസ്കാറിന് പോയി, ഓസ്കാറിനൊന്നും പോയിട്ടില്ല. ഗുരു ഒരു ഒലക്കയുടെ മൂടിനും പോയിട്ടില്ല. നോമിനേഷൻ കൊടുത്തായിരുന്നു. അതിന്റെ ഫസ്റ്റ് റൗണ്ടിൽ പോലും എത്തിയില്ല. അതിന് മുമ്പേ അടിച്ച് തെറിച്ചു പോയത്. ഓസ്കാർ ഇത് പോടാ. ഒരു മാരുതി പ്രീമിയം കാർ അതുപോലത്തെ എന്തൊക്കെ മേടിക്കും. ഓസ്കാറൊക്കെ ആണുങ്ങൾക്ക് വാങ്ങി. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ നമ്മളിത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക അല്ലേ? കാരണം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ ഓസ്കാർ മ്യൂസിയം അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ആ ഒരു വാർത്തയെ സ്വീകരിച്ചത്. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഒരു ഇന്ത്യൻ സിനിമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലയാളത്തിൽ നിന്നും നമ്മുടെ മലയാളികളുടെ മെഗാസ്റ്റാർ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ, അതിപ്പോൾ ലാലേട്ടൻ അഭിനയിച്ചാലും അത്തരമൊരു സിനിമ അവാർഡിന് പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കല്ലേ. ആ ഒരു നടനെ വെറുതെ മോശമാക്കുന്ന പ്രവർത്തികളുമായിട്ട് ഈ വേട്ടാവളിയന്മാർ ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ഇട്ടിട്ട് അങ്ങ് മെഴുകി മറിയല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഊത്തൽ പിടിക്കുന്നവനും കടിയുള്ളവനും ചൊറിച്ചിലുള്ളവനൊക്കെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടോ. അതിനുള്ള മറുപടി ആ കമൻറ്റ് കാണുന്ന നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ തന്നെ നിനക്കൊക്കെ തരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.